റംസാൻ കാലം സുഗന്ധപൂരിതമാക്കാൻ ഊതും അത്തറും നിറയുകയാണ് പെർഫ്യൂം കടകളിൽ. ഊതിന്റെയും അത്തറിന്റെയും പ്രധാന വിപണിയായ കോഴിക്കോട്ടെ അത്തറിൻ മണമുള്ള തെരുവുകളിൽ റംസാൻ പിറന്നതോടെ ആവശ്യക്കാരുടെ തിരക്ക് വർദ്ധിച്ചിരിക്കുന്നു. NP ഷക്കീറിന്റെ റിപ്പോർട്ട്. അത്തറെന്ന് കേൾക്കുമ്പോൾ അറബികളെ ഓർക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ. എന്നാൽ ഒന്നാം തരം ഊതും അത്തറും അറബികൾക്ക് സമ്മാനമായി നൽകുന്നത് മലയാളികളാണെന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ആശ്ചര്യം തോന്നും. കേരളത്തിൽ ഊതുമരം വളരുന്നില്ലെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനമായ അസമിൽ അവ യഥേഷ്ടമുണ്ട്. അവിടെ നിന്ന് കേരളത്തിലെത്തിക്കുന്ന ഊതുമത്തറും മലയാളികൾ ഗൾഫിൽ കൊണ്ടുപോയി തങ്ങളുടെ സ്പോൺസർമാരായ അറബികൾക്ക് സമ്മാനിക്കുന്നത് പതിവാണ്. അറേബ്യയിലെ പ്രധാന സുഗന്ധധൂപമായ ശുദ്ധമായ ഊത് സ്വന്തമാക്കുവാൻ അറബികൾ ഇങ്ങോട്ട് വരാറുമുണ്ട്. കോഴിക്കോട് പ്രധാന അത്തർ വിപണിയായ ജാഫർഖാൻ കോളനി റോഡാണിത്. പരിസരങ്ങളിൽ സുഗന്ധം പരത്തി തലങ്ങും വിലങ്ങും പെർഫ്യൂം കടകൾ. കൂട്ടത്തിൽ മുന്തിയ ഇനം ഊതും ഊതിന്റെ അത്തറുമാണ്. വിലയിലും മേന്മയിലും ഊത് തന്നെയാണ് മുന്നിൽ. അസമിലെ വനത്തിൽ വളരുന്ന പ്രത്യേകതരം മരമാണ് ഊത് അഗർവുഡ് എന്നറിയപ്പെടുന്ന സുഗന്ധം പരത്തുന്ന മരം. മരത്തിന്റെ കാതൽ ഭാഗത്ത് പ്രത്യേകതരം ഫംഗസ് ബാധിക്കുന്നതോടെയാണ് അവ പരിമളം പൊഴിച്ചു തുടങ്ങുന്നത്. കാലപ്പഴക്കത്തിനനുസരിച്ചാണ് ഊതുമരത്തിന്റെ കാതലിന് വില. പഴക്കം കൂടുന്തോറും സുഗന്ധവും അതിനനുസരിച്ചുള്ള വിലയും കൂടും. അറബികളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഊത് പുകയ്ക്കൽ. ഇതിനിപ്പോൾ കേരളത്തിലും നല്ല പ്രചാരമുണ്ട്. ഊതുമരത്തിന്റെ കാതിൽ പ്രത്യേക പാത്രത്തിലിട്ട് കതകടച്ച് മുറിയിൽ വെച്ച് പുകയ്ക്കുന്നതാണ് രീതി. സാധാരണ സുഗന്ധദ്രവ്യങ്ങൾ 1-2 മണിക്കൂർ കൊണ്ട് പരിമളം നിലച്ചു പോകുമെങ്കിൽ ഊതിന്റെ സുഗന്ധം മണിക്കൂറുകളോളം നിലനിൽക്കും. വസ്ത്രങ്ങളിലും നിലനിൽക്കും ഈ പരിമളം. കോഴിക്കോട്ടെ സുഗന്ധ വ്യാപാരികളിലൊരാളായ അൻഫാസ്. ഇത് കേരളത്തിലെ മാർക്കറ്റ് വെച്ചാൽ ഇവിടെ വരുന്ന വിദേശ മലയാളികൾ അവരെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്, ഗിഫ്റ്റായി കൊടുക്കുന്നതാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ അറബ്സ് വന്ന് പർച്ചേസ് ചെയ്യും. അതാണ് ഇവിടുത്തെ മാർക്കറ്റ്. കസ്റ്റമേഴ്സൊക്കെ ഇപ്പം ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് പത്തിലാണ് മെയിനായിട്ട് ഇതിൻ്റെ കസ്റ്റമേഴ്സ് വന്ന് തുടങ്ങുക. ഇപ്പോൾ ഏകദേശം ഹൂദ്നൂൽ ഊത് എന്നറിയപ്പെടുന്ന ഊതത്തറിന് 3 മില്ലി ലിറ്ററിന് 50 മുതൽ 1000 രൂപ വരെ ഈടാക്കാറുണ്ട്. ഊതിന്റെ കാതലിന് 100 ഗ്രാമിന് 800 മുതൽ 5000 രൂപ വരെ വില വരുന്നു. ഊതിനെ കൂടാതെ വിവിധതരം സുഗന്ധദ്രവ്യ ബ്രാൻഡുകൾക്കും കേരളത്തിൽ ആവശ്യക്കാരേറെയാണ്. 3, 6, 12, 25 തുടങ്ങി മില്ലി ലിറ്ററുകളിലാണ് അത്തറുകൾ വിതരണത്തിനായി തയ്യാറാക്കി വെക്കുന്നത്. ബോട്ടലുകളിലെത്തുന്ന വിവിധതരം സ്പ്രേകൾക്കും ആവശ്യക്കാർ ഏറെയാണിപ്പോൾ. മുംബൈ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സുഗന്ധദ്രവ്യ വിപണിയാണ് കോഴിക്കോട്ടേത്. നഗരത്തിലെ പെർഫ്യൂം കടകൾ നിറഞ്ഞ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ റമദാനിൽ കൂടുതൽ സജീവമാവുകയാണ്. പരിസരമാകെ പരിമളം പരത്തിക്കൊണ്ട്.